നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവിടുത്തെ സെർവൻസിന് ജോലി പറഞ്ഞു കൊടുക്കുന്നതും അവരെന്താണ് ചെയ്യേണ്ടെന്ന് തീരുമാനം എടുക്കുന്നതും അമ്മാവന്റെ PA ആയിരുന്നു. ഇന്ന് ഇവിടെ വരുന്ന അതിഥികള് സ്വന്തം സഹോദരിയും ഭർത്താവും ആണ് എന്ന് പോലും മറന്ന് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പിന്നാലെ ചിലര് നടക്കുമ്പോ ഈ PAക്കെങ്കിലും കുറച്ച് ഉത്തരവാദിത്വം വേണ്ടേ? അമ്മ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ലടാ. ഇനി അവളുടെ പഠിപ്പിന് വീണ്ടും ഒരുപാട് പണം ചെലവാക്കണമെന്ന് ആലോചിക്കുകയായിരുന്നു. ഇതിനൊക്കെയുള്ള പണം നീ എവിടുന്ന് കണ്ടെത്തും മോനെ? അതിനൊക്കെ ഞാൻ വഴിയുണ്ടാക്കാമേ. രാജു, ഇനിയും അവളെ പഠിക്കാൻ അയക്കണോ? നല്ലൊരു ബന്ധം ആലോചിച്ച് അവളെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നതല്ലേ മോനെ നല്ലത്? അമ്മ എന്താ ഈ പറയുന്നത്? അവള് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയല്ലേ. പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് കഴിയുന്നത്ര വിദ്യാഭ്യാസം നൽകണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. പഠിച്ചൊരു നിലയിലെത്തിയ ആരുടെ ആശ്രയം സ്വീകരിക്കാതെ അവൾക്ക് സ്വന്തം കാലിൽ ജീവിക്കാനാവില്ല അമ്മേ. അവളുടെ വിദ്യാഭ്യാസ ചിലവിനെ ഓർത്ത് അമ്മ വിഷമിക്കണ്ട. രാജുവിന്റെ കൂടെ ദൈവം മാത്രമല്ല, വർമ്മ സാറും ഉണ്ട്. അമ്മ ധൈര്യമായിട്ടിരിക്കെ. ശരി അമ്മ. നിക്ക് നിങ്ങക്ക് പഠിക്കാനൊന്നുമില്ലേ? രാജു ചേട്ടനായിട്ട് രമ്യ ചേച്ചിയുടെ കല്യാണമാണെന്ന് കേട്ടു, ശരിയാണോ? എന്ന് നിന്നോടാരാ പറഞ്ഞേ? ആ, അതൊക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങൾ തമ്മിൽ ലവ് ആണല്ലേ? രാജു ചേട്ടൻ രമ്യ ചേച്ചിയും സൂപ്പർ ജോഡിയാണ് കേട്ടോ. ചേച്ചി, ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങാൻ ക്യാഷ് തരുമോ? അയ്യോ, ഞാൻ കാശൊന്നും എടുത്തില്ലല്ലോ. രമ്യ ചേച്ചി ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങി തന്നാൽ നിങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾ ഡാൻസ് കളിക്കും. ആണോ? സോ സ്വീറ്റ്. നിങ്ങള് ജോസങ്ങളുടെ കടയിൽ പോയി ഐസ്ക്രീം മേടിച്ചോ, കാശേ ഞാൻ തരുന്ന് പറഞ്ഞാ മതി. താങ്ക്സ് ചേച്ചി. ഈ കുട്ടികളുടെ ഒരു കാര്യം. ഇതെന്ത് നോക്കി നിൽക്കുക? നീ ഇപ്പൊ വീണേനെ. ഞാൻ എപ്പോഴേ വീണതല്ലേ രാജു? എന്താ? അല്ല, ഞാൻ വീഴുന്നതിന് മുന്നേ രാജു പിടിച്ചല്ലോ, അതിന് താങ്ക്സ് പറഞ്ഞതാ. ആ, അതൊക്കെ പോട്ടെ. നീ എന്താ മുകളിലേക്ക് നോക്കി നിന്ന? എന്തെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ? അവിടെ ഒന്നും ഇല്ലായിരുന്നു. ഞാനേ വെറുതെ നോക്കി നിന്നതാ. എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എന്റെ ഹൃദയം രാജുവിന് മുന്നിൽ തുറന്നു കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ ഒന്നാവുന്ന നിമിഷത്തിന് വേണ്ടി ഈ രമ്യ ജീവിക്കുന്നത്. രാജു, ഞാൻ പറഞ്ഞു തീർന്നില്ല.
ഇത് എത്ര പവനായിരിക്കും? ഇതൊക്കെ സ്വന്തമായിട്ട് വാങ്ങി എവിടെയെങ്കിലും ഇട്ടോണ്ട് പോവാൻ ഈ ജന്മത്ത് എനിക്ക് സാധിക്കോ? ഹലോ, എന്താ പരിപാടി? അയ്യോ സാറേ, ഞാനിത് എടുത്തോണ്ട് പോകാനൊന്നുമല്ല. അടുത്ത് കണ്ടപ്പോ ആഗ്രഹം കൊണ്ടൊന്ന് നോക്കിപ്പോയതാ. സാറ് ക്ഷമിക്കണം, ദയവേത് ആരോടും പറയരുത്. അതിനിപ്പോ എന്താ? ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. 1-2 ഫോട്ടോ എടുത്തെന്നല്ലേ ഉള്ളൂ. പിന്നെ സൗന്ദര്യമുള്ള വസ്തുക്കൾ കാണുമ്പോ ആർക്കായാലും ഒരു കൗതുകവും ആഗ്രഹവും ഒക്കെ തോന്നും. അത് സാധാരണ അല്ലേ? അതെ, എനിക്കിപ്പോ ദിവ്യയോട് ഒരു കൗതുകവും ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ട്. ദിവ്യക്ക് ഇത് വേണോ? എടുത്തു. ബട്ട് 1 കണ്ടീഷൻ. ദിവ്യ, എനിക്ക് ഇത്തിരി സ്നേഹം തരണം. എന്തു പറയുന്നു ദിവ്യ? സാർ എന്താ പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓ, ഒന്നും മനസ്സിലാവാത്ത പോലെ. ഞാൻ പറയുന്നതൊക്കെ ദിവ്യ അനുസരിച്ച ദിവ്യക്ക് ഞാൻ ഇതുപോലത്തെ ഒരുപാട് ആഭരണങ്ങൾ തരും. സാനിയ മാഡം ഹസ്ബൻഡ് എത്താറായി. നീ വേഗം പോയി അവരുടെ റൂം ക്ലീൻ ചെയ്യ്. ശരി രാജുവേട്ട. ഇവിടുത്തെ സെർവൻസിന് ജോലി പറഞ്ഞു കൊടുക്കുന്നതും അവരെന്താണ് ചെയ്യേണ്ടെന്ന് തീരുമാനം എടുക്കുന്നതും അമ്മാവന്റെ പി ആയിരുന്നു. ഇന്ന് ഇവിടെ വരുന്ന അതിഥികള് സ്വന്തം സഹോദരിയും ഭർത്താവും ആണ് എന്ന് പോലും മറന്ന് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പിന്നാലെ ചിലര് നടക്കുമ്പോ ഈ പി എക്കെങ്കിലും കുറച്ച് ഉത്തരവാദിത്വം വേണ്ടേ? സാഹചര്യങ്ങൾ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുന്നതാ എന്റെ ശീലം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.